ഓർക്കേണ്ടത് നമ്മുടെ ഭക്തരുടെ കാശാണ് പോകുന്നത്. 2 കോടി രൂപയുടെ സ്ഥലം രാമജന്മഭൂമി ക്ഷേത്രം 18 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോൾ സാധാരണ വിശ്വാസിയുടെ സ്വത്തല്ലേ അവിടെ പോകുന്നത്. അപ്പോൾ അന്ന് പക്ഷെ ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതൊക്കെ ഒരു ആരോപണത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശ്രീ അഖിലേഷ് യാദവാണ് ഉന്നയിച്ചതെങ്കിലും യോഗി സർക്കാർ അംഗീകരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും കൊള്ള നടന്നില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇനിയും ശ്രീ ഹാഷ്മി നോക്കേണ്ടത് ശബരിമലയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും കൊള്ള നടക്കുന്നത് വേദനയാണ്. ശ്രീരാമനെ ആണെങ്കിലും അയ്യപ്പനെ ആണെങ്കിലും കൊള്ളയടിക്കുന്ന വേദനയാണ്. ശബരിമലയിൽ പരമാവധി 4 കിലോഗ്രാം സ്വർണ്ണങ്ങളാണ് ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് പറയപ്പെടുന്ന രീതിയിൽ കൊള്ളയടിക്കുന്നത്. അതിനെല്ലാം കൂടെ 4-5 കോടി രൂപ വരും. അയോധ്യയിൽ അതിനേക്കാൾ വലിയ തീവട്ടിക്കൊള്ള നടന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താ? 2 സൊല്യൂഷനാണ് ഉള്ളത്. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന് കീഴി വരുന്നത്. ഞാൻ എന്റെ ഡ്രൈവറുടെ പേരിലാണ് ആ പെറ്റീഷൻ കൊടുത്തത്. ഇതേപോലെ എല്ലാ അമ്പലങ്ങളും പള്ളികളും മോസ്കും ചർച്ചും ആശ്രമങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷന് കീഴി വരണം. അതായത് ആ പ്രത്യേക വിശ്വാസധാരയിലെ ആൾക്കാർക്ക് ആ പെറ്റീഷൻ കൊടുക്കാൻ അവകാശവും വേണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കാശ് എവിടെ പോകുന്നു നമുക്കറിയാം. 2, ഈ വിഷയത്തിൽ ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കോടതികൾ പറഞ്ഞാലേ വിശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ചമ്പത് റായിയെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായി അല്ലെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഉദാഹരണം ചമ്പത് റായിയുടെ ഡ്രൈവർ 50 കോടി രൂപ വില വരുന്ന ഒരു പ്ലോട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഓട്ടോ ഓടിച്ചാൽ 50 കോടി രൂപയുടെ ഒരു പ്ലോട്ട് മേടിക്കാൻ ആർക്കും പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ധാരണ ശരിയാണെങ്കിൽ 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഏപ്രിൽ 26-നും ജൂൺ 5-നും ഇടയ്ക്ക് 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഉണ്ടെന്നാണ് അതിൽ ആരോപണം വന്നത്. അപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സൊല്യൂഷൻ എന്താണ്? അവിടെയാണ് ഒരു ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബോ സുപ്രീം കോടതി മോണിറ്റേർഡ് പ്രോബോ വേണം. ഇല്ലെങ്കിൽ ഇപ്പൊ CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അവരുടെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവരൊരിക്കലും കുടുക്കില്ല. കാര്യം കുടുക്കിയ പാർട്ടിക്ക് കൂടെ ചീത്തപ്പേരാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴും അവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണം. കുറെ ചെറിയ മീനുകളാണെന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഹാഷ്മിയോടും കൂടെ, ഞാൻ ഈ വിഷയത്തിൽ നാഷണൽ മീഡിയയിലെല്ലാം ചർച്ചയ്ക്കിരുന്നു. പൊതുവെ വലതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന നാഷണൽ മീഡിയ പോലും ഈ വിഷയത്തിൽ കുറെയെങ്കിലും വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഇത് ശരിയല്ല, ഇത് രാമഭക്തരോടുള്ള വഞ്ചനയാണ്. പിന്നീട് ഒരുപാട് ബിസിനസ്സുകാർ പറയുന്നുണ്ട് അവർ കൊടുത്ത കാര്യങ്ങൾക്ക് റെസീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒന്നും നടന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. എന്തോ പ്രശ്നമുണ്ട്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്